കാരപ്പുറത്ത് തറവാട് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന നായർ തറവാടാണ്. മറ്റൊന്നുകൂടിയുണ്ട്. തൃശ്ശൂരിൻ്റെ തനതായ കുമ്മാട്ടികൾ ആദ്യ ചുവടുവെച്ച തറവാടുകളിൽ ഒന്നാണിത്. ഇന്ന് തറവാട് പഴമയോടെ നിലനിൽക്കുന്നില്ല. എന്നാലും കുമ്മാട്ടികളുടെ പാരമ്പര്യം ഇന്നും ഇവിടെ ജീവൻ തുടിച്ചു നിൽക്കുന്നു. തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയാണ് കുമ്മാട്ടികളുടെ ഈറ്റില്ലം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കിഴക്കുംപാട്ടുകരയിലെ കാരപ്പുറത്ത്, വെള്ളായിക്കൽ എന്നീ തറവാട്ടുമുറ്റങ്ങളിലാണ് കുമ്മാട്ടി പിറവികൊണ്ടത്. കാലാന്തരത്തിൽ തെക്കുമുറി വടക്കുമുറി കുമ്മാട്ടി സംഘങ്ങളായി ഇത് മാറി. രണ്ടോണനാളിൽ തെക്കുമുറിക്കാരുടെയും മൂന്നോണനാളിൽ വടക്കുമുറിക്കാരുടെയും കുമ്മാട്ടികൾ നാടുചുറ്റാനിറങ്ങും. തെക്കുമുറി കുമ്മാട്ടി മുഖങ്ങളുടെ സൂക്ഷിപ്പുകാർ ഇപ്പോഴും കാരപ്പുറത്ത് തറവാട്ടുകാരാണ്. അതിൽ തന്നെ പ്രധാന വേഷങ്ങളായ തള്ള, കിരാതൻ, ഹനുമാൻ മുഖങ്ങൾക്ക് 84 വയസ്സ് തികയുകയാണ്. ഇത് ആഘോഷമാക്കുകയാണ് ഇക്കുറിയെന്ന് കാരപ്പുറത്ത് തറവാട്ടിലെ സുരേന്ദ്രൻ പറഞ്ഞു. കിഴക്കുമാട്ടുകര, ചേലക്കോട്ടുകര, നെല്ലങ്കര ഈ ദേശങ്ങളിലായിരുന്നു പുരാതനമായിട്ട് കുമ്മാട്ടികൾ നടന്നത്. അതിൽ ഏറ്റവും പഴക്കമുള്ള കുമ്മാട്ടി എന്ന് പറയുന്നത് കിഴക്കുമാട്ടുകര തെക്കുമുറി കുമ്മാട്ടിയാണ്. അത് പണ്ട് എന്ന് പറഞ്ഞാൽ നായന്മാരുടെ തറവാട്ടിൽ നടന്നൊരു പരിപാടികളായിരുന്നു. ഇത് കൂടുതലും നായർ ഗ്രഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 വീടുകളാണ് പ്രമുഖമായിട്ടുണ്ടെന്ന്. ഒന്ന് കാരപ്പുറത്ത് വീട്, ഒന്ന് വെള്ളായ്ക്കൽ വീട്. അതിൽ കാരപ്പുറത്തെ കുമ്മാട്ടി എന്നാണ് പണ്ട് തെക്കുമുറി കുമ്മാട്ടി എന്ന് പറയുന്നത് അറിയുന്നത്. ഈ കാരപ്പുറത്തെ കുമ്മാട്ടി കാലക്രമേണ അത് തെക്കുമുറി കുമ്മാട്ടിയായി മാറി. തെക്കുമുറി ദേശക്കാരനായി. ഈ വെള്ളായ്ക്കൽ കുമ്മാട്ടി വടക്കുമുറിയായിട്ട് മാറി. അങ്ങനെ 2 പങ്കാളികളായിട്ട് മത്സരമായിട്ടാണ് നടന്നിരുന്നത്. ശ്രീധരനാചാരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു ചെയ്തിട്ടുള്ളത്. അന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ഈ 3 മുഖം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം മുഖങ്ങൾ ഉണ്ടാക്കുന്നത് കനം കുറവിന് വേണ്ടിയിട്ട് കുമിഴ്, പാല അങ്ങനെയുള്ള മരങ്ങളാണ് ചെയ്യുന്നത്. ആദ്യകാലത്ത് പാള കൊണ്ട് മുഖമുണ്ടാക്കി ചായം കൊണ്ട് വരച്ചുണ്ടാക്കിയ മുഖങ്ങളായിരുന്നു. പിന്നീടാണ് വരിക്കപ്ലാവ് കൊണ്ടുള്ള മുഖങ്ങൾ നിർമ്മിച്ചത്. ഇത് ഏകദേശം ഈ മുഖമാണെങ്കിൽ 1.5 കിലോളം ഭാഗമുണ്ടാവും. ഇത് പിന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കണ്ണ്, മൂക്കൊക്കെ വളരെ ചെറുതാണ്. നമുക്ക് കെട്ടണവർക്ക് ഭയങ്കരമായിട്ട് ശ്വാസത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ടൈപ്പുള്ള മുഖങ്ങൾ. ഇപ്പോഴത്തെ മുഖങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതൊക്കെ ആരുടെ മുഖത്ത് വെച്ചാലും ഇപ്പോൾ എൻ്റെ മുഖത്ത് വെച്ചാൽ എൻ്റെ മുഖത്തിന് ഭാഗം, വേറൊരാളുടെ മുഖത്ത് വെച്ചാൽ അതിന് ഭാഗം, അങ്ങനെ അതേ അളവിൽ നിൽക്കുന്നതാണ്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ അന്നത്തെ കാലത്ത് ഈ പാളയിൽ ചായങ്ങൾ തേച്ചിട്ടായിരുന്നു കുമ്മാട്ടി മുഖങ്ങൾ. പിന്നെ വാഴച്ചാമ്പല ഇതൊക്കെ ആയിട്ടാണ് കുമ്മാട്ടി. പിന്നെ ഈ മുഖങ്ങളായോടുകൂടി പിന്നെ അതിൻ്റെ പ്രത്യേക ഒരു തരം പുല്ലുണ്ട്, പറപ്പട പുല്ല് എന്ന് പറഞ്ഞിട്ട്. പണ്ട് കാലത്ത് നമ്മുടെ തൊടികളിൽ എല്ലായിടത്തും എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഇവിടെ ഈ വളർക്കാവ്, ഈ നമ്മുടെ കുട്ടനെല്ലൂർ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലായിടത്തും ഫ്ലാറ്റുകളും ഗൃഹങ്ങളും വന്നതോട് കൂടിയിട്ട് പറമ്പുകളില്ലാണ്ട് ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പുല്ലിന് ദൗർലഭ്യമായി. എങ്കിലും നമ്മളതിൻ്റെ പഴമ തനി വിടാണ്ട് ഇന്നും കേരളത്തിൽ പലയിടത്തും പോയിട്ട് കൊണ്ടുവന്ന് ഇപ്പോഴത് നടത്തേണ്ട പരിപാടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. 1 കിലോ തൂക്കം വരുന്ന മുഖങ്ങൾ അണിഞ്ഞാണ് കുമ്മാട്ടികൾ ഇറങ്ങുക. ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത്. കിരാതത്തിനു ശേഷം ഗണപതിയെ പ്രീതിപ്പെടുത്താനായി ശിവഭൂതഗണങ്ങൾ പലവിധ വേഷങ്ങളോടെ കെട്ടിയാടിയെന്നും പിന്നീട് ഗണപതിയും പങ്കുചേർന്നെന്നും ഇത് കുമ്മാട്ടി എന്ന പേരിൽ ആചരിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു.